ഇന്ന് നമ്മൾ അകൃത്യയാഗത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടു അകൃത്യയാഗം മറ്റ് യാഗങ്ങളിൽ നിന്ന് വിഭിന്നമായ ഒരു പഠനമായിരുന്നു. വളരെ പ്രായോഗികമായ വശങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ സംസാരം ഒക്കെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കി തരുന്ന ഒരു യാഗമായിരുന്നു പ്രത്യേകിച്ച് ഈ ലേവ്യ യാഗത്തിലെ അകൃത്യയാഗമെന്ന് നമ്മൾ കണ്ടു. അത് ഏതാണ്ട് 5 പാപങ്ങളാണ് ദൈവം അകൃത്യമായി സ്പെസിഫൈ ചെയ്തത്. 5 യാഗങ്ങൾ. ഒന്നാമത് നമ്മൾ കണ്ടു, ഒരു കാര്യം ഒരാൾ അറിഞ്ഞിട്ട് സത്യവാചകം കേട്ടാൽ അത് പറയാതിരുന്നാൽ പാപമാണ് എന്ന് നമ്മൾ കണ്ടു. ഒന്നാമത്തെ പാപമാണ്. ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു. എന്നാണ് ഈ സത്യവാചകം എന്നൊക്കെ പഠിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. 2ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, സംസർഗം കൊണ്ടുള്ള അശുദ്ധിയെ സംസർഗം കൊണ്ട് അത് നമ്മൾ മലിനപ്പെടുന്നു എന്നുള്ളത് കാണുകയുണ്ടായി. അതായത് അശുദ്ധ മൃഗത്തിൻ്റെ പിണം, മനുഷ്യൻ അശുദ്ധനായിട്ടിരിക്കുമ്പോഴൊക്കെ സംസർഗം നടത്തുക. നമ്മൾ അവിടെ നിന്ന് പഠിക്കുകയുണ്ടായി. സംസർഗം നമ്മളെ പാപത്തോടുള്ള ബന്ധത്തിൽ സംസർഗം നമ്മളറിയാതെ നമ്മളെ മലിനപ്പെടുത്തും എന്നുള്ളത് കാണുകയുണ്ടായി. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചു, ഈവിൽ കമ്പനി കറപ്റ്റ്സ് എ ഗുഡ് മോറൽസ്. നമ്മൾ ആരോട് സഹകരിക്കുന്നു, ആരുമായിട്ട് നമുക്ക് കൂട്ടായ്മയുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിപ്പാനായിട്ട് ആവശ്യമാണ്. 3ാമത് നമ്മൾ 4ാം വാക്യത്തിൽ കണ്ടു, നിർവിചാരമായി സത്യം ചെയ്യുക, ഇൻകൺസിഡറേറ്റ് സ്പീച്ച്, അല്ലെങ്കിൽ തൻ്റെ നാവ് കൊണ്ട് സത്യം ചെയ്യുക, നിർവിചാരമായി സത്യം ചെയ്യുക, ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ അധരങ്ങളെ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുക. നമ്മൾ അതിൻ്റെ പുതിയ നിയമ പഠനങ്ങൾ നമ്മൾ നടത്തി. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, പിതാക്കന്മാരോട് സത്യം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് കർത്താവ് എടുത്തു പറഞ്ഞു, ഞാനോ നിങ്ങളോട് പറയുന്നു, അശേഷം സത്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത്, പുതിയ നിയമത്തിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം അനുസരിച്ച് വി ഷുഡ് ബി പീപ്പിൾ ഓഫ് അവർ ഓൺ വേർഡ്സ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് സത്യമിടേണ്ടി വരരുത്. നമ്മളെ വിശ്വസിപ്പാൻ ഉതകുന്ന വിധത്തിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. മറ്റുള്ളവർക്ക് നമ്മളെ വിശ്വസിപ്പാൻ കഴിയണം എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. ഇതിലധികമായി വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് കണ്ടു. നമ്മളതും അല്പം ഡീറ്റെയിലായി പഠിച്ചത് കൊണ്ട് ആ ഭാഗം വിടുകയാണ്. എന്നാൽ 4ാമത് എടുത്തു പറഞ്ഞത് യഹോവയുടെ വിശുദ്ധ വസ്തുക്കളിൽ നാം ചെയ്യുന്ന അകൃത്യത്തെക്കുറിച്ചാണ്. അതും കൂട്ടുകാരൻ്റെ ഉള്ള ബന്ധത്തിൽ, അവനോടുള്ള ബന്ധത്തിലും നാം ചെയ്യുന്ന അകൃത്യം. ഇത് രണ്ടും കൂടെ പഠിച്ചു തീർന്നാൽ നമുക്ക് അകൃത്യത്തെക്കുറിച്ചുള്ള പഠനം പൂർത്തീകരിക്കാൻ കഴിയും. നമുക്ക് ഒരു 3 വാക്യം നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 5ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യം. ലേവ്യ പുസ്തകം 6ാം അധ്യായം, ലെവിറ്റിക്കസ് 6, 14, 15, 16, 14, 15, 16. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, ആരെങ്കിലും യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചുവെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലയ്ക്കുള്ളതായി ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെ അകൃത്യയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 5-1 കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അത് അവനോട് ക്ഷമിക്കും. നമുക്ക് ഈ ഭാഗം 4ാമതായിട്ട് ദൈവം എടുത്തു പറഞ്ഞ പാപത്തെക്കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ കുറിച്ച് അതിക്രമം ചെയ്തു. എന്നാൽ നമ്മൾ അതിൻ്റെ 6ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ 2ാം വാക്യം വായിക്കുമ്പോൾ കൂട്ടുകാരനോട് പിഴയ്ക്കുക. ആദ്യം നമ്മൾ കാണുന്നു. 4ാമത് നമ്മൾ കാണുന്നത് യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ കുറിച്ച് പിഴയ്ക്കുന്നതാണ്. 5ാമത് അവസാനമായി പറയുന്നത് 6ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ കൂട്ടുകാരനോട് പിഴയ്ക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഒന്ന്, യഹോവയോട് അതിക്രമം ചെയ്യുന്നതാണ്. വിശുദ്ധ വസ്തുക്കളിൽ മനുഷ്യൻ ചെയ്യുന്ന അകൃത്യം, അതായത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന പ്രമാണമുണ്ട്. എന്നാൽ ഇതിൻ്റെ പരിഹാരത്തിനായിട്ട് ദൈവം കൽപ്പിച്ചത്
മറ്റ് യാഗങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേക കാര്യമാണ്. എന്താണ് അവിടെ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ വിശുദ്ധ മന്ദിരത്തിലെ യഹോവയോടുള്ള അതിക്രമം ചെയ്താൽ ഏതെങ്കിലും ഒരു ആട്ടുകൊറ്റനെ കൊടുത്താൽ പോരാ. ഏതെങ്കിലും ഒരു ആട്ടുകൊറ്റനെ കൊടുത്താൽ പോരാ. അവിടെ വായിക്കുന്നുണ്ട്, വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം വേണം. ഏതെങ്കിലും വിലമതിക്കുന്ന ആട്ടുകൊറ്റന്മാർക്ക് വ്യത്യസ്ത വിലയുണ്ട്. അതില് ഏതെങ്കിലും ഒരെണ്ണത്തിന് വില കുറഞ്ഞതിനെ കൊടുക്കാനല്ല. നമ്മുടെ പാപത്തിന്റെ ഗൗരവം അനുസരിച്ച് ആ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം അതിനെ വിലമതിക്കണം. അങ്ങനെ ഒരു ആട്ടുകൊറ്റനെ കൊടുക്കണം. മോശ ഉണ്ടെന്ന് മോശ വിലമതിക്കണം, അല്ലെങ്കിൽ പുരോഹിതന്മാർ വിലമതിക്കണം. മന്ദിരത്തിലെ തൂക്കപ്രകാരം വേണം അതിനെ വിലമതിക്കാൻ. അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പുറകെ ചിന്തിക്കാം. അത് മാത്രമല്ല, എന്താണോ അതിക്രമം ചെയ്തത് മുതല് കൊടുക്കണം. തിരിച്ച് 16-ാം വാക്യത്തിൽ വായിക്കുന്നു, മുതല് മാത്രം കൊടുത്താൽ പോരാ, അതിനോടുകൂടെ 1/5 കൂടെ കൂട്ടി കൊടുക്കണം. 1/5 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 20%. ദശാംശം കൊടുത്താൽ പോരാ, ഇരട്ടി ദശാംശം കൂടെ കൊടുക്കണം. അപ്പോൾ ഒരു വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അതിക്രമം ചെയ്താൽ ആ ഒരു ആട്ടുകൊറ്റനെ കൊടുക്കണം. ഏതെങ്കിലും ആട്ടുകൊറ്റനല്ല, ദേവാലയത്തിലെ തൂക്കപ്രകാരമുള്ള ഒരു ആട്ടുകൊറ്റനെ കൊടുക്കണം. രണ്ടാമത്, എന്താണോ അതിക്രമിച്ചത് അത് തിരിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ മുതല് മാത്രം പോരാ, ഒരു 20% 1/5 കൂടെ കൂട്ടി കൊടുക്കണം. ഇത് മറ്റ് യാഗങ്ങളിൽ നമ്മൾ കാണാത്ത ഒരു പ്രത്യേക പ്രമാണമാണ് എന്നുള്ളത് ഓർക്കുക. നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹോവയുടെ വിശുദ്ധ വസ്തുക്കളിലും അതിക്രമം നമ്മൾ ചെയ്യാം. ദൈവത്തിന് അത് ക്ഷമിച്ചു തരുവാനായിട്ട് അവന്റെ കൃപ വലുതാണ്. എന്നാൽ ദൈവത്തിന് കണ്ണടയ്ക്കാൻ ഒക്കില്ല. നാം ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്താൽ ദൈവം കണ്ണടച്ച് അത് കണ്ടില്ല എന്ന് നടിക്കത്തില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയെങ്കിലേ സാധിക്കുള്ളൂ. ദൈവമേ, ഇവിടെ നമ്മൾ കർത്താവിൻ്റെ മഹത്വപൂർണമായ കാൽവറി ക്രൂശിന്റെ മഹത്വമൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അതായത് അവന്റെ വിശുദ്ധി പൂർണ്ണതയുള്ളതാണ്. ഹിസ് ഹോളിനെസ് ഈസ് പെർഫെക്റ്റ്, ഹിസ് ഗ്രേസ് ഈസ് പെർഫെക്റ്റ്. അവന്റെ കൃപ പൂർണ്ണതയുള്ളതാണ്. ആ കൃപ നമ്മളോട് ക്ഷമിക്കുവാൻ സന്നദ്ധതയുള്ളപ്പോൾ അവന്റെ വിശുദ്ധിയുടെ മുമ്പാകെ ആ പാപത്തിന് ഒരു പരിഹാരം വരുത്തുവാൻ ആവശ്യമാണ്. നമ്മൾ കണ്ടു, ആ പരിഹാരത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം വേണം കൊടുക്കാൻ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ ഒരു കാര്യം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 12:48, നിങ്ങളെ ന്യായം വിധിക്കുന്നത് എന്താണെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ നിങ്ങളെ ന്യായം വിധിക്കും. The words I have spoken to you will judge you in the last days. മനുഷ്യനെ വിലയിരുത്തുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്. അത് ദേവാലയത്തിന്റെ തൂക്കമാണ്. മനുഷ്യന്റെ മനസ്സാക്ഷിക്കനുസരിച്ചല്ല, എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പറയുന്നത് അനുസരിച്ചല്ല, മനുഷ്യന്റെ സ്വയത്തെ ആസ്പദമാക്കിയല്ല, മറ്റുള്ളവർ പറയുന്നതിനെ ആസ്പദമാക്കിയല്ല, എൻ്റെ മനസ്സാക്ഷിക്ക് അനുസരിച്ചുമല്ല. എനിക്ക് തെറ്റെന്ന് തോന്നിയില്ല. പലരും പറഞ്ഞേക്കാം അതെനിക്ക് തെറ്റാണെന്ന് തോന്നിയില്ല. എന്നാൽ തെറ്റാണോ അല്ലയോ എന്ന് വിലയിരുത്തുന്നതും ആ തെറ്റിന്റെ ഗൗരവം വിലയിരുത്തുന്നതും ആരാണ്? വിശുദ്ധ മന്ദിരത്തിലെ തൂക്കമാണ്. ദൈവമാണ് അതിന് തൂക്കം വിധിക്കുന്നത് എന്നുള്ളത് നോക്കുക. നമ്മൾ കാണുന്നു, പല തിരുവചനത്തിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്. വളരെ പരിചയമുള്ള വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായം, അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. ദൈവഹിതം ഇന്നതെന്ന് അറിയാൻ നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മുടെ മനസ്സിന് റിന്യൂവൽ ഉണ്ടാകണം ഡേ ബൈ ഡേ. എങ്കിൽ മാത്രമേ ദൈവഹിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, നമ്മളത് മനസ്സിലാക്കാൻ വളരെ ആവശ്യകതയുണ്ട്. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ അധികം മനോഹരമായി, അതായത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ 3ാമത്തെ ഭരണകർത്താവായി, അവസാനത്തെ ഭരണകർത്താവായി വന്ന ഒരു ഭരണകർത്താവുണ്ട്, ബെൽസസർ. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. 1 മിനിറ്റ് നമുക്ക് അവിടെ ഒന്ന് കടന്നു വരാം. ഈ ബെൽസസർ എന്ന് പറയുന്ന മനുഷ്യൻ, അതായത് നെബൂഖദ്നേസറിന്റെ ഭരണകാലം ശേഷം ഒരു 10 വർഷം കഴിഞ്ഞു കാണും ഈ സംഭവം നടക്കുമ്പോൾ. 5-ാം അധ്യായത്തിലെ സംഭവം നടക്കുന്നു. ദാനിയേലൊന്നും അവിടെ ഇല്ല.
തൻ്റെ പിതാവായ നെബൂഖദ്നേസറിനെ പുല്ല് തിന്നുന്നത് പോലെ 7 വർഷം പുല്ല് നിന്ന് അവനെ യഥാസ്ഥാനപ്പെടുത്തി ഒക്കെ ചെയ്തു. ഇതൊന്നും ഈ ബെൽഷസ്സറിനെ ബാധിച്ചില്ല. ഹി വാസ് എ വെരി സെൻഷ്വൽ മാൻ. അവന് ജഡത്തിന്റെ ഇച്ഛകൾക്ക് തന്നെത്താൻ കൊടുത്തിയ ഒരു മനുഷ്യനായിരുന്നു. വെപ്പാട്ടികളും ഭാര്യമാരും ഒക്കെ കൂടി വീഞ്ഞു കുടിക്കുകയും കൂത്താടുകയും ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു രാജാവായിരുന്നു ഇദ്ദേഹം. നമ്മൾ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, താന് ഒരു വലിയ വിരുന്ന് കഴിക്കുകയാണ്, വലിയ വിരുന്ന്. ആ വിരുന്നിന് നമ്മൾ കാണുന്നുണ്ട് ഏതാണ്ട് അതെ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ വായിക്കുന്നു, മഹത്തുക്കൾക്ക് 1000 പേർക്കൊരു വിരുന്ന് കഴിക്കുകയാണ്. അവിടെ തൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും ഒക്കെ ഉണ്ട്. ഈ ഭാര്യമാരും വെപ്പാട്ടികളും ഒക്കെ ആയിട്ട് പാട്ടും ഇത് നടക്കുമ്പോൾ താന് അഹങ്കാരത്തിന്റെ പ്രതീകമായി താനൊരു കാര്യം ചെയ്തു. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ ക്ലാസ്സുകൾ എടുക്കുകയായിരുന്നു. അതായത് അതിൽ 87 അടി വീതി ഏതാണ്ടുണ്ട് ഈ ബാബിലോണെ വളഞ്ഞിരിക്കുന്ന മതില്. അതിന്റെ അപ്പുറത്ത് യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്, ഒരു വലിയ ഒരു കിടങ്ങ്. ഈ പട്ടണത്തിൽ കയറണമെങ്കിൽ ഒരു തൂക്കുപാലമേ ഉള്ളൂ. ആ തൂക്കുപാലം രാത്രികളിൽ അവർ കളത്തും, ബ്രാസ് കൊണ്ടുള്ളത്. ശത്രുക്കൾക്ക് അവിടെ കയറാൻ നിവൃത്തിയില്ല. ഇതിന്റെ അകത്ത് വീണ്ടും ഒരു മതിലുണ്ട്, ചുറ്റിപ്പെട്ട 20 വർഷത്തേക്ക് വേണ്ടി ഭക്ഷണം ഈ മതിലിന്റെ ഉള്ളിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അത്ര സുരക്ഷിതമായ ഒരു പട്ടണം. 5 രഥങ്ങൾക്ക് അതിന്റെ മുകളിലുള്ള ആ മതിലിന്റെ മുകളിലൂടെ നിരന്ന് ഓടാൻ കഴിയുമായിരുന്നെന്നാ പറയുന്നത്. അത്ര ശക്തി കൂടിയ വലിയ ഒരു മതിൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. സാധാരണ രാജ്യങ്ങളിലുള്ള ശത്രുക്കളൊന്നും അവിടെ കയറില്ല. അങ്ങനെ സുരക്ഷിതത്വം, സുഭിക്ഷിതത്വം, സെൻഷ്വാലിറ്റി എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ രാജാവ് വെപ്പാട്ടികളുമായിട്ട് യഹൂദ ദേവാലയത്തിൽ നിന്ന് നെബൂഖദ്നേസർ എടുത്തുകൊണ്ടുവന്ന പൊൻപാത്രവും വെള്ളിപ്പാത്രവും അത് എടുത്തുകൊണ്ടുവരുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. നെബൂഖദ്നേസർ ക്രൂരനായിരുന്നെങ്കിലും ദേവാലയത്തിന്റെ ഈ പാത്രങ്ങൾ എടുത്ത് അതിനൊന്നും വീഞ്ഞു കുടിച്ചിട്ടില്ല. ബെൽഷസ്സർ ആ പാത്രത്തിൽ വീഞ്ഞു കുടിക്കുകയാണ്. അന്ന് ഒരു കൈകൊണ്ടൊരു എഴുത്ത് ഭിത്തിയിൽ വന്നു. ഈ അധ്യായത്തിൽ നിന്നാണ് ചരിത്രത്തിൽ ഒരു ഭാഷയിൽ ഒരു പദം വന്നു, ഹാൻഡ് റൈറ്റിംഗ് ഓൺ ദ വാൾ. നമ്മൾ ചോദിക്കുന്നില്ലേ, ചുവരിലെ എഴുത്ത് വായിച്ചുകൂടെ? ചുവരെഴുത്ത് എന്നുള്ളൊരു പദം, ഹാൻഡ് റൈറ്റിംഗ് ഓൺ ദ വാൾ എന്നുള്ള ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ വരുന്നത് ഈ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. ദൈവത്തിന്റെ കരം കൊണ്ട് ആ ഭിത്തിയിൽ എഴുതി മേനെ മേനെ ടെക്കൽ ഹുബാസീൻ. ദാനിയേൽ അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്നാൽ അവിടുത്തെ പ്രധാനമായ വിഷയം നമ്മൾ പഠിക്കുന്നതിനുള്ള ബന്ധത്തിൽ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. 27-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം അവിടെ വായിക്കുന്നു, തെക്കേൽ എന്ന് വെച്ചാൽ തുലാശിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. I have weighed you in the balance and you are wanting. ഇത്ര വലിയ രാജാവിനെ അവനെ ദൈവം തൂക്കി നോക്കിയപ്പോൾ അവൻ കുറവുള്ളവനാണെന്ന് കണ്ടു. നമ്മൾ വായിക്കുന്നുണ്ട്, ഈ രാജാവ് അലറിയെന്നാണ്. ഉറക്ക നിലവിളിച്ചു. ദൈവത്തിന്റെ കൈവിരലൊന്ന് ചലിച്ചൊരു എഴുത്തെഴുതിയപ്പോൾ അവൻ അലറിക്കരയുകയാണ്. അവന്റെ അരതൊട്ട് കീഴ്പോട്ട് ആടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര വലിയ രാജാവ്, ഇത്ര സുരക്ഷിതമായിരിക്കുന്ന രാജാവ്, വെപ്പാട്ടികളുമായി സ്വർണ്ണപാത്രത്തിലും വെള്ളിപ്പാത്രത്തിലും യഹൂദന്റെ ദേവാലയത്തിന്റെ പാത്രത്തിൽ, ദൈവത്തിന്റെ പാത്രത്തിൽ വീഞ്ഞു കുടിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കൈവിരലൊന്ന് ചലിച്ചതേയുള്ളൂ. അവന്റെ പാടി തുടങ്ങി, നിൽക്കാൻ വയ്യ, അലറി, അവൻ കരയുകയാണ്, അലറിക്കരയുകയാണ്. പക്ഷെ ദാനിയേല് ഒരു കരുണയും കാണിക്കാതെ അവനോട് വ്യാഖ്യാനിച്ചു കൊടുത്തു, നിന്റെ തൂക്കി നോക്കി, നിന്റെ രാജ്യം പേർഷ്യർ കൊടുത്തിരിക്കുകയാണ്. അന്ന് രാത്രി ബെൽഷസ്സർ കൊല്ലപ്പെടുകയാണ്. പക്ഷെ ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദേവാലയത്തിന്റെ തൂക്കം. God has a measuring, yard.
ദൈവത്തിൻ്റെ മെഷറിംഗ് യാർഡിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും നമ്മൾ തൂക്കി നോക്കേണ്ടത്. ബിക്കോസ് ഗോഡ് ഈസ് ദ ജഡ്ജ്. ദൈവമാണ് ന്യായാധിപൻ എന്നുള്ളത് നോക്കുക. യഹോവയുടെ വിശുദ്ധ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന് പഴയ നിയമ കാലഘട്ടത്തിൽ അവർക്ക് ദശാംശം കൊടുക്കണം, അവർക്ക് ദേവാലയത്തിൽ പലതും കൊടുക്കണം, പുരോഹിതനുള്ള ബന്ധത്തിൽ അവർക്ക് ശുശ്രൂഷകളുണ്ട്, അവർക്ക് പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുന്ന യാഗവസ്തുക്കളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും അവൻ തെറ്റുകാരനാണെങ്കിൽ അതിന് പരിഹാരം വരുത്തുവാനായിട്ട് ദൈവം പറഞ്ഞു കൊടുത്തതാണ് ഈ ആട്ടുകൊറ്റൻ. ആട്ടുകൊറ്റൻ എന്ന് പറയുമ്പോൾ എ റാം, ഒരു 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 ആട്ടുകൊറ്റനെ മാത്രം കൊടുത്താൽ പോരാ. നമ്മൾ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, നമ്മൾ കണ്ടു, അത് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ആ പാപത്തിന്റെ ഗുരുത്വം, ഗൗരവം വിലയിരുത്തി വേണം ഒരു വിലമതിക്കുന്ന ആടിനെ കൊടുക്കുവാൻ, റാമിനെ. നമ്മൾ കണ്ടു, നമ്മുടെ പാപത്തിന്റെ ഗുരുത്വം പരിഹരിക്കാനായിട്ട് ഒരു വിലമതിക്കപ്പെട്ട ഒരു ആട്ടുകൊറ്റനുണ്ട്. നമ്മളുടെ അകൃത്യത്തെ കുറിച്ച് പഠിക്കുകയാണ്. ഞാനത് എടുത്ത് കാണിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് പരിചയമുള്ള വാക്യമാണെന്നാൽ ഞാൻ ഈ ഭാഗങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിന് അത് വളരെ ആനന്ദപ്രദമായി മാറി. നോക്കാം, നമ്മുടെ പാപത്തിന്റെ പരിഹാരം ക്രൂശിൽ ദൈവം വരുത്തുകയാണ്. എൻ്റെ പാപം ദൈവത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളന്നപ്പോൾ ആ അളവിന് ഒത്തവണ്ണമുള്ള ഒരു ആട്ടുകൊറ്റനെ കൊടുക്കണം. ആട്ടുകൊറ്റന്റെ പേരെന്നാ? ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാട്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ പുത്രനെ തന്നെ കൊടുക്കേണ്ടി വന്നത്? എൻ്റെ പാപത്തെ ദൈവം അളന്നു അവന്റെ വിശുദ്ധിയുടെ മുമ്പാകെ. നിങ്ങളുടെ പാപങ്ങളെ ദൈവം അളന്നു വിശുദ്ധിയുടെ മുമ്പാകെ. ലോകത്തിന്റെ പാപത്തിന്റെ കണക്കുകൾ ദൈവം തൂക്കി നോക്കിയപ്പോൾ അതിന് പരിഹാരമായി കൊടുക്കുവാൻ ഒരു ആട്ടുകൊറ്റൻ ഭൂമിയിലില്ല. അകൃത്യയാഗമാണ്. ആ അകൃത്യയാഗത്തിന് പരിഹാരമായി കൊടുത്തത് നമുക്ക് നോക്കാം. നമുക്ക് യെശയ്യാപ്രവചനം ഒന്ന് എടുക്കാം. നമുക്ക് ഈ വാക്യത്തിൽ തിരിച്ചു വരാം. എന്നാൽ യെശയ്യാപ്രവചനം ഒന്ന് വായിക്കാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചിന്തയോടുകൂടെ ഇതൊന്ന് വായിക്കുക. ഇത് വിലയിരുത്തിയത് ദൈവമാണ്. അകൃത്യയാഗം നമ്മളോടുള്ള ബന്ധത്തിൽ നാം ഒരുപാട് അകൃത്യം ചെയ്തു. ഈ അകൃത്യത്തിന് പരിഹാരം വരുത്തേണ്ട ദൈവമാണ്. അതിൻ്റെ 53-ാം യെശയ്യാവ് 53-ന്റെ 6-ന്റെ അവസാനം, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അകൃത്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അകൃത്യം അവന്റെ മേൽ ചുമത്തി. 10-ാം വാക്യം നോക്കിയാട്ടെ. 10-ാം വാക്യം, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്, അണ്ടർലൈൻ ചെയ്തു കൊള്ളുക, യേശുക്രിസ്തുവിന്റെ സോൾ, പ്രാണൻ ഒരു അകൃത്യയാഗമായി ദൈവം തീർത്തു. ദേവാലയത്തിന്റെ വിലമതിക്കുന്ന ആട്ടുകൊറ്റനാണ് അവൻ. ദൈവം വിലമതിച്ചപ്പോൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് തൻ്റെ പുത്രനെയാണ്. അവന്റെ പ്രാണനാണ് അകൃത്യയാഗമാക്കി തീർത്തത്. തീർന്നില്ല. അടുത്തായിട്ട് വായിക്കുന്നു 11-ാം വാക്യം, അതിൻ്റെ അവസാനം, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. യെശയ്യാവ് 53-ൽ 3 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്, യഹോവ നമ്മുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. കാരണം എന്താ? കാരണം നമ്മൾ കണ്ടു, നമ്മുടെ പാപത്തെ വിലയിരുത്തിയപ്പോൾ അതിൻ്റെ പരിഹാരത്തിന് കൊടുക്കുവാൻ ഈ ലോകത്തിൽ ഒരു ആട്ടുകൊറ്റനില്ല. ദൈവത്തിന്റെ പുത്രനെ തന്നെ യാഗമായി കൊടുത്തു. അവന്റെ പ്രാണനാണ് നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീരുന്നത്. ദൈവം അവന്റെ മേൽ നമ്മുടെ അകൃത്യങ്ങളെ ചുമത്തി. നമ്മൾ വായിക്കുന്നു, നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെ നീതീകരിക്കും, അവൻ അവരുടെ അകൃത്യങ്ങളെ വഹിക്കും. സ്തോത്രം. ഇവിടെ ഈ അകൃത്യയാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗത്തിലെ ദൈവം വിലമതിച്ച ദൈവകുഞ്ഞാടാണ് ദൈവത്തിന്റെ പുത്രൻ. എൻ്റെ അകൃത്യങ്ങൾക്ക് പകരമായി ദൈവപുത്രനെ ഒരു അകൃത്യയാഗമാക്കി തീർത്തപ്പോൾ അവന്റെ പ്രാണൻ എനിക്ക് വേണ്ടി ഒരു അകൃത്യയാഗമായി തീർന്നു. ഇനിയുമുള്ളത് നമ്മൾ ചിന്തിക്കുവാൻ കഴിയുന്നതിലുപരിയായ ചില ആശയങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നു. നോക്കിയാട്ടെ,
നമുക്ക് അതിൻ്റെ 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 അടുത്ത ഭാഗം ഈ ആട്ടുകൊറ്റനെ കൊടുത്താൽ പോരാ. 16-ാം വാക്യം നോക്കിയാട്ടെ. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് താൻ പിഴച്ചതിന് പകരം മുതലും അതിനോട് 5 കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം. എൻ്റെ സഹോദരന്മാരെ, ഇതെന്തൊരു കാര്യമാണ് നോക്കുക. 5 പറയുമ്പോൾ ഏതാണ്ട് 20%, 10 ഇടങ്ങഴി ഗോതമ്പ് ദൈവത്തിന് കൊടുക്കണമായിരുന്നു. 10 ഇടങ്ങഴി ഗോതമ്പ്. 10 ഇടങ്ങഴി ഗോതമ്പ് കൊടുത്തില്ല. പക്ഷെ അവന് കുറ്റബോധമുണ്ടായി. പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ 10 ഇടങ്ങഴി ഗോതമ്പ് തിരിച്ചു കൊടുത്താൽ പോരാ, അതിൻ്റെ 5 ഒരു 2 ഇടങ്ങഴി കൂട്ടി കൊടുക്കണം. 12 ഇടങ്ങഴി തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇനിയും നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പൗലോസ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ജ്ഞാനം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സത്യം പറയാൻ പോവുകയാണ്. നമ്മൾ പാപം ചെയ്തു, ദൈവത്തോട് അകൃത്യം ചെയ്തു, ശരിയാണ്. പക്ഷേ കാൽവറി ക്രൂശിൽ തൻ്റെ പുത്രനെ യാഗമാക്കി തീർത്ത ശേഷം ദൈവത്തിന് അത് തിരിച്ചു കിട്ടുമ്പോൾ നഷ്ടപ്പെട്ട 10 ഇടങ്ങഴി മാത്രമാണോ, അതിൽ കൂടുതൽ കിട്ടിയോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. കാൽവറി ക്രൂശിലെ മരണം മൂലം ദൈവത്തിന് നഷ്ടമായതേ തിരിച്ചു കിട്ടിയുള്ളോ, അതോ അതിൽ കൂടുതൽ കിട്ടിയോ? 10 ഇടങ്ങഴി ഗോതമ്പ് മോഷ്ടിച്ചു, അല്ലെങ്കിൽ കൊടുത്തില്ല. 10 ഇടങ്ങഴി തിരിച്ചു കൊടുത്താൽ പോരാ, അതിൻ്റെ കൂടെ 2 ഇടങ്ങഴി കൂട്ടിക്കൊടുക്കണം, 5 കൂടെ. സോ ദൈവത്തിന് നേട്ടമുണ്ടായോ? ഉണ്ടായി. ദൈവത്തിന് നേട്ടമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പാപം ചെയ്ത് മനുഷ്യൻ പാപിയായി തീരുന്നതിന് മുമ്പ് ദൈവത്തെ എങ്ങനെ ആരാധിച്ചിരുന്നത്? സൃഷ്ടാവായിട്ട് ആരാധിച്ചു. എന്നാൽ പുത്രനിലൂടെ നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ആരാധിക്കുന്നത് എങ്ങനെയാ? സൃഷ്ടാവെന്ന് മാത്രമല്ല, എന്നെ വീണ്ടെടുത്തവെന്നുകൂടെ ആരാധിക്കുന്നു. കൂടുതലായിട്ടുണ്ടോ? ഉണ്ട്. There is more. അതായത് ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട് ഒരു സംഭവം, ഒരു കഥ. ഒരു ബാലൻ തൻ്റെ കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വള്ളം, തടിയിൽ ഉണ്ടാക്കിയത്. അത് വെള്ളത്തിൽ വെച്ച് കളിച്ചപ്പോൾ അത് അവന് നഷ്ടപ്പെട്ടു പോയി. ആ പുഴയിലൂടെ അത് ഒഴുകിപ്പോയി. അവൻ ഒത്തിരി നിന്ന് കരഞ്ഞു. അവൻ്റെ വള്ളം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഒരു ദിവസം അവനൊരു തെരുവിലൂടെ പോകുമ്പോൾ കാണാം, ഒരു കടയുടെ കണ്ണാടിച്ചില്ലിൻ്റെ ഉള്ളിൽ അവൻ്റെ വള്ളം ഇരിക്കുന്നു. അവൻ ഓടിച്ചെന്ന് കടയുടമസ്ഥനോട് പറഞ്ഞു, ഇത് എൻ്റെ വള്ളമാണ്. അദ്ദേഹം പറഞ്ഞു, നിൻ്റേതായിരിക്കാം, ഞാൻ ഇത്ര $1 മേടിച്ചതാണ്, അത് തന്നാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ ആ പണമില്ലാതിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് ഓടി. എങ്ങനെയോ അവൻ പണമുണ്ടാക്കി തിരിച്ചു വന്ന് കടയുടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് ആ വള്ളം മേടിച്ചു. ആ കഥ ഇങ്ങനാ പറയുന്നത്. ആ വള്ളമെടുത്തവൻ നെഞ്ചത്ത് വെച്ചിട്ട് 2 കരം കൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് വള്ളത്തോടവൻ പറയുകയാണ്, ഓ ബോട്ട്, യു ആർ മൈൻ ട്വൈസ് നൗ. ഐ മേഡ് യു, ഐ ബോട്ട് യു. അല്ലയോ വള്ളമേ, നീ ഇപ്പോൾ എൻ്റെ 2 പ്രാവശ്യമാണ്. ഞാൻ നിന്നെ ഉണ്ടാക്കി, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങി. ഇതല്ലേ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായത്തിൽ കാണുന്നത്? 4-ാം അധ്യായത്തിൽ അവനെ സൃഷ്ടാവെന്ന് ആരാധിക്കുന്നു. നീ സകലവും സൃഷ്ടിച്ചു, എല്ലാം നിന്റെ ഇഷ്ടഭേദമായി സൃഷ്ടിക്കപ്പെട്ടു, നീ സകല മഹത്വത്തിന് യോഗ്യൻ. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. ഞാൻ ചോദിച്ചോട്ടെ, അകൃത്യയാഗത്തിന്റെ പരിഹാരമുണ്ടാക്കുമ്പോൾ ദേവാലയത്തിന്റെ തൂക്കപ്രകാരമുള്ള ആട്ടുകൊറ്റനെ കൊടുത്ത പാപത്തിന്റെ പരിഹാരം വരുത്തുമ്പോൾ ദൈവത്തിന് എന്ത് നഷ്ടപ്പെട്ടോ, അത് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയല്ല, അതിൽ കൂടുതൽ തിരിച്ചു കിട്ടി. നാം ഇന്ന് അവനെ സ്നേഹിക്കുമ്പോൾ ഇരട്ടി സ്നേഹിക്കുന്നു. നാം ഇന്ന് അവനോട് കടംപെട്ടിരിക്കുന്നത് സൃഷ്ടാവെന്ന് മാത്രമല്ല, എന്നെ വീണ്ടെടുത്തവെന്നു കൂടെയാണ്. വണ്ടർഫുൾ. ആ സത്യം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സത്യം എന്താണെന്നറിയാമോ? ആ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെത് മോഷ്ടിച്ചാൽ നമ്മൾ നഷ്ടമുള്ളവരായി മാറും. നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ നഷ്ടമുള്ളവരായി മാറും. അത് ദൈവം ഇവിടെ പഠിപ്പിക്കുക.
10 നെല്ല് ഗോതമ്പ് കൊടുക്കണമായിരുന്നു. നീ അത് കൊടുത്തിരുന്നെങ്കിൽ 10 എന്നാൽ ഇപ്പം നിനക്ക് എത്ര കൊടുക്കണം? 12 ഇടങ്ങഴി കൊടുക്കണം. ഒരാട്ടുകൊറ്റനെ കൂടെ കൊടുക്കണം. സോ ദൈവം വേറൊരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നു. യു റോബ് ഗോഡ്, യു വിൽ നെവർ ബി എ ഗെയിനർ. നീ ദൈവത്തെ മോഷ്ടിച്ചാൽ നീ ഒരിക്കലും നിനക്ക് നേട്ടമുണ്ടാകത്തില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന് കൊടുക്കേണ്ട സമയം, ദൈവത്തിന് കൊടുക്കേണ്ട പണം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവത്തിന് കൊടുക്കേണ്ടതൊക്കെ പലതും ഞാൻ എടുത്തു മാറ്റുകയാണെങ്കിൽ ദൈവം ഒരു സത്യം പറയുന്നു, നിനക്ക് നഷ്ടമുള്ളവനായി നീ മാറും. ഇസ്രായേലിന്റെ ചരിത്രം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എടുക്കണമെന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ. ആവർത്തനം 28:38 ദൈവം പറയുന്നുണ്ട്, വളരെ വിത്ത് നീ വയലിൽ കൊണ്ടുപോകും, പക്ഷെ നീ കുറച്ചേ കൊയ്യുകയുള്ളൂ. വളരെ വിത്ത് കൊണ്ടുപോകും, കുറച്ചേ കൊയ്യുകയുള്ളൂ. നീ എന്നെ അനുസരിക്കില്ലെങ്കിൽ മുന്തിരി പുഴു തിന്ന് കളയും. 39 വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം അവരോട് പറഞ്ഞു, ശബത്തിയർ സൂക്ഷിക്കണം. ലേവ്യ പുസ്തകം 25 അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യം നോക്കുക, 22 വരെ. 6 വർഷം കൃഷി ചെയ്ത് 7-ാം വർഷം കൃഷി ചെയ്യരുത്. അവർ കേട്ടില്ല. 490 വർഷം അവർ കേട്ടില്ല, അനുസരിച്ചില്ല. ദൈവം എന്ത് ചെയ്തു? ഭൂമി അതിന്റെ ശബത്ത് അനുഭവിപ്പാൻ 70 വർഷം പ്രവാസത്തിൽ അവരെ ബാബിലോണിലോട്ട് അയച്ചു. 70 വർഷ പ്രവാസം. ഭൂമി അതിന്റെ ശബത്ത് അനുഭവിപ്പാൻ അവരുടെ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും ചങ്ങലയിൽ കെട്ടി വലിച്ചുകൊണ്ട് ബാബിലോണിൽ പോയി. അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തി, അവരുടെ ദേവാലയം തീവച്ച് നശിപ്പിച്ചു. എത്ര നഷ്ടമുണ്ടായി! ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അവർ കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ നഷ്ടം വരില്ലായിരുന്നു. ഇവിടെ ദൈവം പറയുന്നു, യഹോവയുടെ വിശുദ്ധ വസ്തുക്കളിൽ അകൃത്യം കാണിച്ചാൽ ദൈവം അതിന് പരിഹാരം പുത്രനിലൂടെ തരും. പക്ഷേ അനുദപിച്ച് പാപം ഏറ്റുപറയുമ്പോൾ ദൈവം അത് ക്ഷമിക്കുന്നു. എന്നാൽ യു വിൽ നെവർ ബി എ ഗെയിനർ. നീ ഒരിക്കലും നേട്ടമുള്ളവനാകത്തില്ല, നിനക്ക് നഷ്ടമുണ്ടാകും. എന്നാൽ മറ്റൊരു ഭാഗം നമ്മൾ കണ്ടു. പൗലോസ് പറഞ്ഞ പോലെ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവിടെ ആഴമേ. അതിൻ്റെ ആഴം എത്ര വലുതാണ്! ദൈവം ക്രൂശ് മൂലം വീണ്ടെടുത്തപ്പോൾ ആ ക്രൂശിന്റെ വില എത്ര വലുതാണ്! 1 കൊരിന്ത്യർ 2:7-8 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2:7-8 വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന് 7-8 വാക്യം. ദൈവലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനെ മുന്നൊരുക്കി മറിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനമത്രയെ മർമ്മമായി പ്രസ്താവിക്കും. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ആരും അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഈ മഹത്വം, നമുക്ക് വരാൻ പോകുന്ന മഹത്വം, ഈ ദൈവം നമുക്ക് വേണ്ടി ക്രൂശ് മൂലം നേടിത്തരുന്ന മഹത്വം ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. ഇത്ര വലിയ അനുഗ്രഹത്തിന് ഉടമകളായി നമ്മൾ തീരുമെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ, പറയാൻ പാടില്ല, പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിന് ലഭിച്ച മഹത്വം കൂടുതൽ ക്രൂശ് മൂലം വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ ലഭിച്ചു. അത് സത്യം ദൈവം പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ, നമുക്ക് അടുത്തതിലേക്കൂടെ നമുക്ക് കയറിപ്പോകാം. ഇവിടെ ഈ അകൃത്യാഗം വളരെ അവൻ യഹോവയുടെ കുറ്റം ചെയ്തു എന്നുള്ളത് അവന് ഏറ്റുപറയണം. അതിൻ്റെ 19-ാം വാക്യത്തിൽ നോക്കുക. അങ്ങനെ എന്നാൽ അത് അവനോട് ക്ഷമിക്കും. അകൃത്യാഗം, അവൻ യഹോവയുടെ അകൃത്യം ചെയ്തുവല്ലോ. ഇനി നമുക്ക് 6-ാം അധ്യായം നോക്കാം. 6-ാം അധ്യായം ഇത് ആദ്യത്തെ 7 വാക്യമാണ് അവസാനമായി ഈ ഭാഗത്തെക്കുറിച്ച് കാണാനുള്ളത്. നമുക്ക് ആ 7 വാക്യം ഒന്ന് വായിക്കാം. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തെന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കലേൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരനോട് ഭോഷ്ക് പറയുക, എങ്കിലും
കൂട്ടുകാരനെ വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ഭോഷ്ക് പറഞ്ഞ് മനുഷ്യർ പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്തെങ്കിലും ചെയ്തിട്ട് അവൻ പിഴച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസാക്ഷ്യം ചെയ്ത് എടുത്തതോ ആയതിനോ ഒക്കെയും മുതലോടും അഞ്ചിലൊന്ന് കൂട്ടി പകരം കൊടുക്കണം. അകൃത്യാംഗം കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം. അകൃത്യയാഗത്തിനായിട്ടുള്ള അവൻ തന്നെ മതിപ്പ് പോലെ ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെ യഹോവയുടെ അകൃത്യയാഗമായി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും. എൻ്റെ സൗരന്മാരെ, ഈ പറയുന്ന വാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദൈവിക സത്യങ്ങൾ. ദൈവത്തിന്റെ സത്യങ്ങള് നിറഞ്ഞു നിൽക്കുകയാണ്. ആദ്യമൊന്ന് നോക്കിയാട്ടെ, ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. ഈ 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ കൂട്ടുകാരനോടുള്ള പ്രശ്നത്തെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അവനോട് തെറ്റ് ചെയ്തത് പറയുമ്പോൾ ഇതേ വാക്കാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മലം പ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നു. നമുക്കത് നോക്കാം. ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം ആ ഭാഗം നോക്കിയേ. ഈ 2-ാം വാക്യത്തിന്റെ അവസാനത്തിൽ കൂട്ടുകാരനോട് ഭോഷ്ക് പറയുക, കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുക. കൂട്ടുകാരനോട്, നെയ്ബർ എന്നാണ് ഇംഗ്ലീഷിൽ, നെയ്ബർ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അതിന്റെ 2-ാം വാക്യം കൂടി ഒന്ന് വായിച്ചാട്ടെ. ആരെങ്കിലും പിഴച്ച് യഹോവയുടെ അതിക്രമം ചെയ്യുക. നിങ്ങളത് കണ്ടോ? കൂട്ടുകാരനോട് ചെയ്യുന്ന അകൃത്യമാ. ആരോട് ചെയ്യുന്ന അകൃത്യമാ? യഹോവയോട് ചെയ്യുന്ന അകൃത്യമാ. അവിടെ കണ്ടോ? അത് കൂട്ടുകാരനോട് ചെയ്യുന്ന അകൃത്യം യഹോവയോട് ചെയ്യുന്ന അകൃത്യമാണ്. ഞാൻ ചില തെളിവ് പറയട്ടെ. ദാവീദ് ബത്ശേബയുടെ അടുക്കൽ പോയി ഊരിയാവിനോടുള്ള ബന്ധത്തിൽ പാപം ചെയ്തു. എന്നാൽ ദാവീദ് കുറ്റസമ്മതിക്കുമ്പോൾ പറയുന്നു, ഞാൻ ആരോട് പാപം ചെയ്തതാ? വേണമെങ്കിലും നോക്കാം. 2 ശമൂവേൽ 12:13. 2 ശമൂവേൽ 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. 12:13. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. അവൻ ചെയ്ത പാപം നാഥാനോടാണ് പാപം ചെയ്തിരിക്കുന്നത്. നാഥാന്റെ ഭാര്യയെ തട്ടിയെടുത്തു. നാഥാനോട് പാപം ചെയ്തിരിക്കുകയാണ് ദാവീദ്. പക്ഷേ ദാവീദ് പാപത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സമ്മതിക്കുകയാണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. കൂട്ടുകാരനോട് നീ പാപം ചെയ്താൽ ദൈവം പറയുന്നു അത് ദൈവത്തോട് ചെയ്യുന്ന പാപമാണ്. സങ്കീർത്തനങ്ങൾ 51 അതിന്റെ 4-ാം വാക്യം. ദാവീദ് ഈ പാപം ചെയ്ത് അനുതാപിക്കുന്ന സമയത്ത് പറയുന്നു. 51-ന്റെ 4-ാം വാക്യം. അതിന്റെ തലക്കെട്ട് നോക്കിയാൽ അറിയാം. ബത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദ് പിന്നെ എഴുതിയതാണ് ആ 4-ാം വാക്യം. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ അവിടെ സമ്മതിക്കുന്നുണ്ട് ദൈവത്തോട് പാപം ചെയ്തു. നമ്മള് ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൽ കണ്ടത് കൂട്ടുകാരനോട് ഭോഷ്ക് പറയുക, കൂട്ടുകാരനെ വഞ്ചിക്കുക, കൂട്ടുകാരന്റെ കാണാതെ പോയത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുക. ഇതൊക്കെ യഹോവയോട് ചെയ്യുന്ന പാപമാണ്. മറ്റൊരു ഭാഗം നോക്കാം. പരിചയമുള്ളത് കൊണ്ട് നമുക്ക് മുടിയനായ പുത്രന്റെ ആ ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ അവൻ മടങ്ങുമെന്ന് എന്താ പറഞ്ഞത്? ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ആദ്യം സ്വർഗമെന്ന ലൂക്കോസ് 15-ന്റെ 18-ഉം 21-ഉം തീർന്നില്ല. യെസ്, 1 കൊരിന്ത്യർ 8-ാം അധ്യായം നമുക്ക് നോക്കാം. അവിടെ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഈ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം. 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ആദ്യം വായിക്കാം. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം
ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങൾ ആയി വരാതിരിപ്പാൻ നോക്കുവിൻ. ഇനിയും 12-13. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. കണ്ടോ അത്? ആകയാൽ ആഹാരം എൻ്റെ സഹോദരന് ഇടർച്ച വരുത്തി തീരും എങ്കിൽ എൻ്റെ സഹോദരന് ഇടർച്ച വരാതിരിക്കണതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല. അവിടെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ സഹോദരന്മാരോട് പാപം ചെയ്തു അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്തു. സഹോദരന്മാരെ, ശൗലിനോട് കർത്താവ് ചോദിച്ച വാക്ക് നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 8:4, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. സഭയെ ഉപദ്രവിക്കുകയാണ് ശൗല്. എന്നാൽ കർത്താവ് ചോദിച്ചത് എന്താ? നീ എന്നെ ഉപദ്രവിക്കുന്നത്. നമുക്ക് മടങ്ങി വരാം. ഇവിടെയൊക്കെ ഒരു പ്രമാണം കാണിക്കുന്നു. നാം സഹോദരന്മാരോട് അതിക്രമം ചെയ്യുമ്പോൾ ആ അതിക്രമം യഹോവയോട് ചെയ്യുന്ന അതിക്രമമാണ്. ഇനിയും നമ്മൾ നോക്കണം. ഇതിന്റെ പരിഹാരം പറയുമ്പോൾ ആദ്യം ദൈവം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു. നമ്മൾ യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ കുറിച്ച് പാപം ചെയ്യുമ്പോൾ പരിഹാരം നമ്മൾ 5-ാം അധ്യായത്തിന്റെ 14 തൊട്ട് വായിച്ചു. അവിടെ വായിക്കുന്നു, ആദ്യം വിശുദ്ധ മന്ദിരത്തെ തൂക്കപ്രകാരം ആട്ടുകൊറ്റനെ കൊടുക്കണം, പിന്നെ മുതലും 5-ലൊന്നുകൂടെ കൂട്ടിക്കൊടുക്കണം. എന്നാൽ സഹോദരനോട് പിഴച്ചാൽ 5-ാം വാക്യം നോക്കിയേ, മുതലിനോട് 5-ലൊന്ന് കൂട്ടി പകരം കൊടുക്കണം. അതിനുശേഷം 6-ാം വാക്യം, അകൃത്യയാഗത്തിനായിട്ട് അവൻ തന്നെ മതിപ്പ് പോലെ ഊനമില്ലാത്തൊരു ആട്ടുകൊറ്റനെ യഹോവയ്ക്ക് അകൃത്യമായി കൊടുക്കണം. കണ്ടോ ഈ വ്യത്യാസം? യഹോവയോട് പാപം ചെയ്യുകയാണെങ്കിൽ ആദ്യം യാഗം കൊടുത്തിട്ട് നീ മോഷ്ടിച്ചെടുത്തത് അല്ലെങ്കിൽ യഹോവയ്ക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കണം. സഹോദരനോട് എന്താ കർത്താവ് പറഞ്ഞത് ഇവിടെ? സഹോദരനോട് അകൃത്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവന്റെ വസ്തു എടുത്തത് തിരിച്ചു കൊടുക്കണം, 5-ലൊന്നുകൂടെ കൊടുക്കണം, പിന്നീട് വേണം യാഗമർപ്പിക്കാനെന്നുള്ളത് ഇവിടെ പറയുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇതല്ലേ നമ്മൾ കേട്ടത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് പുതിയ നിയമത്തിൽ നമുക്ക് ഉപദേശം ലഭിച്ചത് ഇത് തന്നെയല്ലേ? അതെ, ഇത് തന്നെയാണ് നമ്മൾ കേട്ടത്. അതായത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഒന്ന് ചേർത്ത് വായിക്കാം. അതാണിത്. ആ മലമ്പ്രഭാഷണം തന്നെയാണ് ഇവിടെ കേട്ടത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, 22-21, സോറി, മാത്യു 22:21, മാത്യു 22:21 അവിടെ വായിക്കുന്നുണ്ട്, അതല്ലല്ലോ വാക്യം. പറയുന്നുണ്ടല്ലോ, ആദ്യം നീ സഹോദരനോട് പോയി നിരപ്പ് പ്രാപിക്കണം, പിന്നീട് വന്ന് വേണം യാഗമർപ്പിക്കാൻ. അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആദ്യം സഹോദരനോട് നിരപ്പ് പ്രാപിക്കണം. അഞ്ചിന്റെ 23 5-ലായില്ലേ? അതെ, അതാണ് മലമ്പ്രഭാഷണത്തിലാണെന്ന്. അതെ, ഓക്കെ 5-21. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരനോട് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് എന്ന് സഹോദരനോട് നിരന്നു കൊള്ളുക, പിന്നെ വന്ന് വഴിപാട് കഴിക്കാം. ഇതേ പ്രമാണമല്ലേ ഇവിടെയും കാണിച്ചത്? യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ കുറിച്ച് അതിക്രമം ചെയ്താൽ ആദ്യം യാഗമർപ്പിക്കണം, പിന്നീട് ആ നഷ്ടപ്പെട്ടതും അതിൻ്റെ കൂടെ 5-ലൊന്നുകൂടെ കൂടി യഹോവയ്ക്ക് കൊടുക്കണം. എന്നാൽ കൂട്ടുകാരോടുള്ള ബന്ധത്തിൽ നമ്മൾ 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ആദ്യം അവന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കണം, 5-ലൊന്നുകൂടെ കൂട്ടിക്കൊടുക്കണം, പിന്നീട് യാഗമർപ്പിക്കാവൂ. 6-ാമത്തെ വാക്യം ഇതാണ്. 5-ന്റെ 23 നമ്മൾ കണ്ടത്.
കർത്താവ് പഠിപ്പിച്ച ആ പ്രമാണമാണ് അവിടെ കണ്ടത്. എൻ്റെ സഹോദരന്മാരെ, ഇവിടെ നമ്മൾ കണ്ടു പരീശന്മാരുടെ നീതിയെ കവിയുന്ന ഒരു 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 പ്രമാണമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. നമുക്ക് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെന്തെന്നാൽ, ആരെങ്കിലും പിഴച്ച് യഹോവയോട് അതിക്രമം ചെയ്ത് തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനെയോ മോഷണ കാര്യത്തെയോ കൂട്ടുകാരനോട് പോഷ്കു പറയുകയെങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഷ്കു പറഞ്ഞ് മനുഷ്യര് പിഴയ്ക്കുന്ന ഈ വക വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയോ ചെയ്തിട്ട് 5 കൂട്ടം കാര്യമെടുത്ത് പറയുന്നുണ്ട്. കൂട്ടുകാരോടുള്ള ബന്ധത്തിൽ 5 കൂട്ടം. ഈ കൂട്ടുകാരെന്ന് പറയുന്നത് നെയ്ബർ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇവിടെ നോക്കുക, ഒന്നാമത് പറഞ്ഞു തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തു. നമ്മൾ ലൈ ഇൻ ടു ഹിസ് നെയ്ബർ ഇൻ ദറ്റ് വിച്ച് വാസ് ഡെലിവേർഡ് ടു കീപ് ഹിം ടു കീപ് ഇറ്റ്. തൻ്റെ പക്കൽ ഏൽപ്പിച്ച വസ്തുവിനോടുള്ള ബന്ധത്തിൽ അവൻ അതിക്രമം ചെയ്യുകയാണ്. നമ്മൾ 2 രാജാക്കന്മാർ 6:5 എലീശയുടെ ശിഷ്യന്മാരെ മരം വെട്ടാൻ ഒരു കോടാലി വായ്പ വാങ്ങിച്ചു. അത് ഊരി വെള്ളത്തിൽ പോയി. അവിടെ ഇവര് കരയുന്നത് കേട്ടിട്ടുണ്ടോ? അവര് പറയുന്നത് എന്താ? അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു. ഇവിടെ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ നിന്നൊരു കാര്യം നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന്റെ കാറ് നമ്മളൊന്ന് എടുത്ത് ഉപയോഗിക്കാൻ ഒരു അത്യാവശ്യം വന്നു. എന്നെ പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഞാൻ എൻ്റെ കാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവൻ്റെ കാറ് ഞാൻ ഉപയോഗിക്കാൻ കടമ്പെട്ടവനാണ്, സൂക്ഷിക്കാൻ ഞാൻ കടമ്പെട്ടവനാണ്. അവൻ്റെ കാറല്ലേ, എങ്ങനെയും ഉപയോഗിക്കാമെന്നും പറഞ്ഞ് നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ വായിക്കുന്നതാണ്, നെയ്ബർ ഡെലിവേർഡ് ഹിം ടു കീപ് ഇറ്റ്. അവൻ്റെ കയ്യിൽ അത് കൊടുത്തിരിക്കുകയാണ് സൂക്ഷിക്കാനായിട്ട്. ഇവിടെ എലീശയുടെ ശിഷ്യന്മാർ കരഞ്ഞത് വായ്പ വാങ്ങിയ കോടാലി നഷ്ടപ്പെട്ടപ്പോഴാണ്. രണ്ടാമത് നമ്മൾ വായിക്കുന്നു, പണയം വെക്കുക. ലെഫ്റ്റ് ഇൻ ഹിസ് കെയർ എന്നാണ്. ലെഫ്റ്റ് ഇൻ ഹിസ് കെയർ, പാർട്ട്ണർഷിപ്പ്. ഒരു വിശ്വാസിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുമായിട്ട് ഞാൻ ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് നടത്തുകയാണ്. ഞാൻ വളരെ എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ പരീശന്മാരുടെ നീതിയെ കവിയണം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. യഹൂദന്റെ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ, ആ സ്ഥലത്തോടുള്ള ബന്ധത്തിൽ ഒരു കഥ യഹൂദന്മാരുടെ മധ്യത്തിലുണ്ട്. ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ, ആ ഓർന്നാന്റെ കളമാണല്ലോ ദാവീദ് മേടിച്ചത്. ആ കളത്തിലാണല്ലോ യാഗപീഠം കൂട്ടി അവിടെ കൽപ്പിച്ചത്. എന്നാൽ അവിടെ ഒരു കഥയുണ്ട്. അവിടെ പിന്നീട് ദേവാലയം പണിയുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം. ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഒരു കുടുംബത്തിലെ 2 സഹോദരന്മാരുടെ കൃഷിഭൂമിയായിരുന്നു. ഒരു കുടുംബത്തിലെ 2 യഹൂദ സഹോദരന്മാരുടെ കൃഷിഭൂമിയാണ്. ഒരു സഹോദരന് ഒത്തിരി മക്കളുണ്ട്, മറ്റേ സഹോദരന് മക്കളില്ല. പക്ഷെ ഇവർ ഒന്നിച്ചാണ് കൂട്ടുകൃഷി ചെയ്യുന്നത്. എല്ലാ വർഷവും ഈ 2 സഹോദരന്മാർ ഒന്നിച്ച് കൃഷി ചെയ്യും, ഒന്നിച്ച് വിളവെടുക്കും. അത് 2ആയി ഭാഗിച്ചെടുക്കുകയാണ്. ഒരു വർഷം കൃഷി നടന്നു, നല്ല വിളവ് കിട്ടി. അവരുടെ ജോലിക്കാരൊക്കെ അത് 2ആയി ഭാഗിച്ച് 2 കൂനയാക്കി ഇട്ടിരിക്കുകയാണ്. ഓരോ ബ്രദേഴ്സിന്റെ, ഒരു ബ്രദറിന്റെ കൂന വലത്തുവശത്ത്, മറ്റേ ബ്രദറിന്റെ ഇടത്തുവശത്ത്, അങ്ങനെ ഭാഗിച്ചെല്ലാം കൊടുത്തു. രാത്രിയിൽ 2 പേരും ഉറങ്ങാൻ പോയി. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ മക്കളില്ലാത്ത സഹോദരൻ ഓർത്തു, അയ്യോ എനിക്ക് മക്കളില്ലല്ലോ, എൻ്റെ സഹോദരന് മക്കൾ കൂടുതലാണല്ലോ. അദ്ദേഹം അറിയാതെ, ആരും അറിയാതെ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഈ ധാന്യ കൂമ്പാരത്തിൻ്റെ അടുക്കൽ ചെന്ന് താനൊരു 10 പറ അതിൽ നിന്ന് എടുത്ത് സഹോദരന്റെ കൂനയിൽ കൊണ്ടിട്ട് കൊടുത്തു.
ആരും അറിഞ്ഞില്ല, പോയി കിടന്നുറങ്ങി. ഈ ഒരുപാട് മക്കളുള്ള സഹോദരൻ രാത്രിയിൽ ഓർത്തു, അയ്യോ എനിക്കൊരു കുടുംബമുണ്ടല്ലോ, എൻ്റെ സഹോദരന് മക്കളില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹം മൂലം അദ്ദേഹത്തിൻ്റെ കൂനയിൽ നിന്ന് 10 പറ അദ്ദേഹം അളന്നെടുത്ത് സഹോദരന്റെ കൂനയിൽ കൊണ്ടിട്ടു. അദ്ദേഹവും രാത്രിയിൽ ഉറങ്ങാൻ പോയി. ആരും ചെയ്തത് ആരും അറിഞ്ഞില്ല. പ്രഭാതത്തിൽ രണ്ടുപേരും എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ കൂനയ്ക്ക് ഒരു കുറവുമില്ല, ഒരുപോലെ ഇരിക്കുന്നു. ഈ സഹോദരന്മാർ അന്യോന്യം നോക്കിയപ്പോൾ അവർക്കത് മനസ്സിലായി. അവർ കെട്ടിപ്പിടിച്ച് അവിടെ വെച്ച് കരഞ്ഞു. അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ സ്ഥലത്താണ് ദൈവം തൻ്റെ ആലയം പണിയാൻ പറഞ്ഞതെന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു കഥയുണ്ട്. അതാണ് യഥാർത്ഥ സ്നേഹം. പരീശന്മാരുടെ നീതിയെ കവിയുന്ന സ്നേഹം. ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ തൻ്റെ പക്കൽ ഏൽപ്പിച്ച, നമ്മൾ ഓർത്തു, ദാറ്റ് ഈസ് ഇൻ പാർട്ട്ണർഷിപ്പ് എന്നുള്ളതിൻ്റെ ആശയമാണ്. എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ഏൽപ്പിക്കുമ്പോൾ ഞാൻ എത്രയോ സൂക്ഷിക്കാൻ കടംപെട്ടവനാണ് എന്നുള്ളത് അവിടെ പ്രത്യേക ഓർപ്പിച്ചിരിക്കുകയാണ്. നോക്കുക, ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കരുതണം. പിന്നീട് മോഷണകാര്യം, മൂന്നാമത്തേത് പറയുന്നു. മോഷണകാര്യം ടേക്കൺ അവേ ബൈ വയലൻസ് എന്നാണ്, സ്റ്റോളൻ. അത് പാപമാണ്. നാലാമത് കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുക. ഹാസ് ഡിസീവ്ഡ് ഹിസ് നെയ്ബർ, ചീറ്റിംഗ്, അവനെ ഏതെങ്കിലും വിധത്തിൽ കബളിപ്പിക്കുക. അഞ്ചാമത് കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് പോഷ്ക്ക് പറയുക. ഒരിക്കലും മറ്റൊരുത്തൻ്റെ കാണാതെ പോയുമ്പോൾ അതിൽ സന്തോഷിക്കാനായിട്ടല്ല. ഈ പാപങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ ഒരു സത്യം നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം സെൽഫിഷ് മോട്ടീവ്സിൽ നിന്നുണ്ടായതാണ്. അവരുടെ ലക്ഷ്യം സെൽഫിഷ്നെസ്സാണ്. മോഷ്ടിച്ചെടുക്കുക, എന്നോട് പാർട്ട്ണർഷിപ്പ് വന്നവൻ്റെ കവർന്നെടുക്കുക, കണ്ടിട്ടും കൊടുക്കാതിരിക്കുക. ഇങ്ങനെ ഇത് സെൽഫിഷ് മോട്ടീവ്. ദൈവം സെൽഫിഷ് അല്ല. കരം തുറന്ന് സ്വർഗത്തിൻ്റെ വലിയ ദാനമായി തൻ്റെ പുത്രനെ നൽകി. പൗലോസ് പറഞ്ഞ പോലെ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് ഏൽപ്പിച്ചു തന്നെങ്കിൽ അവനോടുകൂടെ സകലവും തരാതിരിക്കുമോ? ഗോഡ് ഈസ് എ ഗിവർ. അവൻ നമുക്ക് തരുമ്പോൾ അവൻ്റെ മക്കളായി നമ്മൾ ആ സ്വയം ഇല്ലാത്ത ഒരു സ്നേഹം, സെൽഫിഷ്നെസ് ഇല്ലാത്തൊരു മോട്ടീവ് നമ്മളിൽ വളർത്തിയെടുക്കുവാൻ ദൈവം പറയും. നാം പാപം ചെയ്തെങ്കിൽ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ പിഴച്ച കുറ്റക്കാരനായി താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ കള്ളസാക്ഷ്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെയും മുതലിനോട് 5-1 കൂട്ടി പകരം കൊടുക്കണം. അകൃത്യാഗം കഴിക്കുന്ന നാളിൽ അവനത് ഉടമസ്ഥന് കൊടുക്കണം. നമ്മൾ ഓർത്തതുപോലെ വീണ്ടും ഇവിടെ ഒരു സത്യം പഠിപ്പിക്കും. ഞാൻ പാപത്തിൻ്റെ മൂലം എൻ്റെ പൂർവ്വപിതാവായ ആദം അവമാർ പാപം ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഒരുപാട് നഷ്ടം വന്നുവെന്ന് ചിന്തിച്ചേക്കാം. ഇല്ല, ക്രൂശ് മൂലം എനിക്ക് അതിൽ കൂടുതൽ കിട്ടി. എനിക്ക് നഷ്ടമായത് ഇവിടെ നമ്മൾ നോക്കുക, എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്തു. പാപം മൂലം അവന് എൻ്റെ 10 ഇടങ്ങഴി അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തോണ്ട് പോയി, നെല്ല് എടുത്തോണ്ട് പോയി, 10 ഇടങ്ങഴി നെല്ല്. പാപത്തെക്കുറിച്ച് ബോധമുണ്ടായി അവൻ തിരിച്ചു തന്നപ്പോൾ എനിക്ക് 12 ഇടങ്ങഴി കിട്ടി. അവന് നേട്ടമുണ്ടാക്കുന്നു. ഈസ് എ ഗെയിനർ. വീണ്ടെടുപ്പ് ഒരു നേട്ടം നമുക്കുണ്ടാക്കി തരുന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണെന്നറിയാമോ? നമ്മൾ മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നാക്കി. എന്നാൽ ക്രൂശ് മൂലം അവനെ വീണ്ടെടുക്കുമ്പോൾ അവൻ ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശിയാകുകയാണ്. ഈ ഭൂമി മാത്രമല്ല, സകല പ്രപഞ്ചവും അവൻ ഭരിക്കാൻ ക്രിസ്തുവിനോട് കൂടെ. 2, ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചു. എന്നാൽ ക്രൂശിലെ വീണ്ടെടുപ്പ് മൂലം ഞാൻ പുത്രനെ പോലെ ആയിത്തീരാൻ പോവുകയാണ്. എനിക്ക് കൂടുതൽ ലഭിച്ചില്ലേ? ലഭിച്ചു. ഇവിടെ ഒരു സത്യം മനസ്സിലാക്കി തരുന്നു. എനിക്ക് വേണ്ടി വീണ്ടെടുപ്പ് നടത്തിയ കർത്താവ്, പിതാവായ ദൈവം തൻ്റെ പുത്രനെ എൻ്റെ പാപത്തിൻ്റെ വിലമതിച്ച്
അവനെ ക്രൂശിൽ യാഗമായി കൊടുത്ത് എന്നെ വീണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം നേട്ടമുള്ളവനായി, ഞാനും നേട്ടമുള്ളവനായി. ഐ ഹാവ് ഗെയിൻഡ് മോർ ആസ് ഗോഡ് ഹാസ് ഗെയിൻഡ് മോർ. ക്രൂശ് നമ്മൾ ഓർത്തതുപോലെ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും ഇത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ആ ക്രൂശ് എത്ര വില നൽകി. ഞാൻ കവർച്ച ചെയ്തു എന്നാൽ ഒരു പ്രവചന ഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്താം. സങ്കീർത്തനങ്ങൾ 69 നമ്മുടെ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞു നമുക്ക് വേണ്ടി. സങ്കീർത്തനങ്ങൾ 69 4 വാക്യം നോക്കിയാട്ടെ. കാരണം കൂടാതെ എന്നെ പായിക്കുന്നവർ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികമാകുന്നു. വൃഥാ എനിക്ക് ശത്രുക്കളായി എന്നെ സംഹരിപ്പാൻ ഭാവിക്കുന്നവർ പെരുകിയിരിക്കുന്നു. ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരും. ആ വാക്കുണ്ടോ? ഞാൻ കവർച്ച ചെയ്യാത്തത് തിരികെ കൊടുക്കേണ്ടി വരുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം കൊടുത്തു തീർത്തു. നാം അകൃത്യം ചെയ്തു, പാപം ചെയ്തു. നമ്മുടെ കർത്താവിനെ വിലമതിച്ച് പിതാവ് കൊടുത്തു. ഞാൻ കൊടുത്തു തീർക്കേണ്ടതെല്ലാം കർത്താവ് കൊടുത്തു തീർത്തു. ആക്റ്റീവ് റൈച്ചസ്നെസ് ആൻഡ് പാസീവ് റൈച്ചസ്നെസ്. ഞാൻ ചെയ്തു തീർക്കേണ്ടതെല്ലാം കർത്താവ് ചെയ്തു തീർത്തു. രക്ഷയുടെ വലുപ്പം എത്ര വലുതാണ്! ക്രൂശ് എത്ര മഹത്വപൂർണ്ണമാണ്! ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ഇത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഈ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. നമുക്ക് ലഭിച്ച മഹത്വം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, നന്ദിയുള്ളവരായിരിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.